Next is D'Alembert's principle. D'Alembert principle എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കൺസെപ്റ്റാണ്. നമ്മുടെ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അറിയാം, എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ്. ഓക്കെ, D'Alembert's പറയണത് എഫ് ഇസ് ഈക്വൽ ടു എം എ. അത് വെച്ചൊരു ബോഡി ഇൻ മോഷൻ ആണെങ്കിൽ ആ ഒരു ബോഡീനെ ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫോഴ്സ് കൊടുക്കണം. അവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സാണ് -ma. ഓക്കെ, -ma എന്നുള്ള ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബോഡി ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവും. ഇതാണ് D'Alembert's പ്രിൻസിപ്പിൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ളത് എഫ് മൈനസ് എം എ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, സോ ആ ഒരു ബോഡീനെ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ആ ഫോഴ്സാണ് -ma. ആ ഫോഴ്സിൻ്റെ പേരാണ് ഇനേർഷ്യ ഫോഴ്സ്. ഓക്കെ, സോ ഇതാണ് D'Alembert's പ്രിൻസിപ്പിൾ. സോ D'Alembert's പ്രിൻസിപ്പിളിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ടെൻഷൻ ഓൺ ദ സ്ട്രിങ്, ആക്സിലറേഷൻ ഫോർ ദ ബിലോ ഗിവൺ കണക്റ്റഡ് സിസ്റ്റം. ഇപ്പോൾ 2 മാസ് തന്നിട്ടുണ്ട്. ആ 2 മാസും കൂടി ഒരു സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ M1 M2 ആണ് 2 മാസ്. M1ൻ്റെ മാസ് തന്നിട്ടുണ്ട്, M2ൻ്റെയും മാസ് തന്നിട്ടുണ്ട്. ഇനി ഈ സ്ട്രിങ്ങിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ എന്ന് പറയുന്നത് T ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിവിടെ ആദ്യം തന്നെ M2 എന്നുള്ള മാസ് കൺസിഡർ ചെയ്തു. M2 എന്നുള്ള മാസ് ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒന്ന് വെയ്റ്റിൻ്റെ ഡൗൺവേർഡ് ഡയറക്ഷൻ, ആ വെയ്റ്റാണ് M2G ആയിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ വരുന്നത് സ്ട്രിങ്ങിലുള്ള ടെൻഷൻ T ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ വരുന്നത് നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഈ ബോഡി മൂവ് ചെയ്യുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഇനേർഷ്യ ഫോഴ്സ് മാർക്ക് ചെയ്യാൻ. അതാണ് ഇവിടെ MA എന്ന് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഇത് M2A ആണ്. സോ ഇനി ഈ ഒരു ഇക്വേഷൻസ് ഈ ഒരു ഫോഴ്സസ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വെറും വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ സോ കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് വി വിൽ ഗെറ്റ് M2G - T - M2A ഇസ് ഈക്വൽ ടു 0. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏത് ഡയറക്ഷനാണോ ബോഡി മൂവ് ചെയ്യണത് ആ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കാം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവും അപ്വേർഡ് ഡയറക്ഷൻ നെഗറ്റീവായിട്ടും എടുത്തത്. സോ നമ്മുടെ ഇക്വേഷൻ വരും M2G - T ഇസ് ഈക്വൽ ടു M2A എന്നുള്ളത്. ഇനി നമ്മൾ മാസ് M1 കൺസിഡർ ചെയ്തു. മാസ് M1 കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരണ ഫോഴ്സ്, ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ. പിന്നെ വരുന്നത് ഈ മാസ് മൂവ് ചെയ്യാനുള്ള ഡയറക്ഷൻ നോക്കും. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ്. സോ ഓബ്വിയസ്ലി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇനേർഷ്യ ഫോഴ്സ് വരാം. സോ നമ്മൾ ഇനി ഇതിൻ്റെ ഇക്വിലിബ്രിയം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് മാത്രമേ വരുന്നത്. സോ വി വിൽ ഗെറ്റ് T - M1A ഇസ് ഈക്വൽ ടു 0. T - M1A is equal to 0. From that we can write T is equal to M1A. അപ്പോൾ Tക്കൊരു ഇക്വേഷൻ കിട്ടി. ഈ കിട്ടിയ Tയുടെ വാല്യൂ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ യു വിൽ ഗെറ്റ് M2G - M1A is equal to M2A. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A എന്നൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. ഓക്കെ, A is equal to M2G divided by M1 plus M2. നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി വിൽ ഗെറ്റ് ദി ആക്സിലറേഷൻ ആൻഡ് ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചാൽ T is equal to M1A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ടെൻഷൻ ഫോഴ്സും കിട്ടും. ഇതാണ് D'Alembert's പ്രിൻസിപ്പിൾ വെച്ചിട്ട് സോൾവ് ചെയ്യണത്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ മാസ് മൂവിങ് ഫോർ എ ഡിസ്പ്ലേസ്മെൻറ്റ് ഗിവൺ ബിലോ കണക്റ്റഡ് ബൈ എ ബോഡി സിസ്റ്റം. ഇതിൻ്റെ ഫിഗർ കംപ്ലീറ്റ് അല്ല. ഇതിൻ്റെ ഫിഗറും ഈ ഒരു ഫിഗർ പോലെ തന്നെയാണ്. ഇവിടെ M1 എന്ന് പറയുന്നത് 200 കിലോഗ്രാമും M2 എന്ന് പറയുന്നത് 300 കിലോഗ്രാമാണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കണേൽ മ്യൂ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാൽ ഈ 200 കിലോഗ്രാം റെസ്റ്റ് ചെയ്യണ റഫ് സർഫസ് ആണ്. അപ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി ഇക്വേഷനാണ് V² ഇസ് ഈക്വൽ ടു U² + 2AS. ഇതിൽ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ ഇത് നമുക്ക് V is equal to √2AS എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ 2 മാസിലും വരുന്ന ഫോഴ്സസും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യണത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സും കൊടുക്കാൻ, അതുപോലെ ഇനേർഷ്യ ഫോഴ്സും മാർക്ക് ചെയ്യാൻ.
അങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ രണ്ട് ഇക്വേഷൻസ് എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 300 കിലോഗ്രാം മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷൻ 200 കിലോഗ്രാം മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് എയുടെ വാല്യൂയും ടീൻ്റെ വാല്യൂ ആണ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ,